ആ നമുക്കിനി അടുത്ത കാര്യം ബെസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ബെസ്റ്റ് സപ്പോർട്ടാണ്. ഓക്കെ, ഇപ്പം ഫാമിലി, നിങ്ങൾ ഒരു എൻ്റർപ്രണർഷിപ്പിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഫാമിലി നോക്കണ്ട. നിങ്ങളുടെ ഫാമിലി ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് സപ്പോർട്ടായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന ഫാമിലിയൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും. ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ, ക്യാഷിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവരാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. അപ്പോൾ അത് ബെസ്റ്റായിട്ട് മെയിനായിട്ട് നോക്കണമെന്നൊരു കാര്യമാണ്. ഒരാളും കാണത്തില്ല. എന്താണെന്ന് എനിക്ക് തന്നെ നേരത്തെ മനസ്സിലായതാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന ആളുകൾ പോലും നിങ്ങളുടെ കൂടെ കാണില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുഡൻസ്. അപ്പം നിങ്ങളിത് മര്യാദയ്ക്ക് എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഞ്ഞി കുടിച്ച് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് വേണം ഈ ഒരു പരിപാടികളിലൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. ഓക്കെ, ലോണൊക്കെ എടുക്കുന്നത് ഇഷ്ടംപോലെ ലോൺ കിട്ടും. 10ഉം 15ഉം 20ഉം കോടികളൊക്കെ കിട്ടും. അവസാനം എല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രോജക്റ്റും കിട്ടിയില്ല, ലോൺ അടയ്ക്കാനുള്ള പൈസയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള കാര്യങ്ങളെല്ലാം കുട്ടികളെ എടുത്ത് പോയിട്ട് ഉള്ളതെല്ലാം വേണ്ടാതെ പോത്തേ ഉള്ളൂ, ഒന്നും കിട്ടില്ല. അപ്പോൾ അത് വേണോ? നിങ്ങൾക്ക് മര്യാദയ്ക്ക് എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ച് പോകണം. നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ആലോചിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ഫാമിലിയിൽ നിന്ന് നിങ്ങൾ ബെസ്റ്റ് സപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. ആ ബെസ്റ്റ് സപ്പോർട്ട് നിങ്ങൾ കിട്ടുന്നത് അടിക്കടി ഇങ്ങനെ മേടിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.